അസ്സലാമലൈക്കും പറഞ്ഞ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോന്നേന്ന്. അപ്പോൾ പോയിട്ട് വരുമ്പോൾ നെയ്സൂന് എന്തോ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡോക്ടർ സെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറ്റിയെങ്കിൽ അത് വാങ്ങിയിട്ട് വരുമല്ലേ. പിന്നെന്താ വേണ്ടേ? ഇങ്ങനെ ഒന്ന്. പിന്നെന്താ വേണ്ടേ? 3 സാധനം ഉമ്മമ്മനോട് പറഞ്ഞിട്ടില്ലേ? എന്തെല്ലാം ഞാൻ പറഞ്ഞെന്ന്. കിച്ചൺ സെറ്റ്, ഡോക്ടർ സെറ്റ്, മേക്കപ്പ് സെറ്റ്. അപ്പൊ ഇത് നല്ല മൂഡിലൊന്നല്ല ഉള്ളത്. ഞാൻ പോയിട്ട് വരട്ടെ കേട്ടാ. ചിരിയുണ്ട്. ഓക്കെ ബൈ ബൈ പറഞ്ഞു. നമ്മ പോയിട്ട് വരട്ടെ. ഓക്കെ. ഓല്ലോ ഉറപ്പരുതത്രേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞാൻ 2 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയതിന് ശേഷം നേരെ എത്തിയത് ലവ്ലി ബേബിയിലാണ് കേട്ടോ. ഇത് നമ്മുടെ കായൽ തീരം റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. അങ്ങനെ ഞാൻ അടുത്തതിന് ശേഷം ഞാൻ ഇത് നമുക്ക് വേണ്ട ടോയ്സ് എല്ലാം നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തേട്ടാ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ട ഒരുവിധ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ടോയ്സ് ആയാലും അതുപോലെ കാറ്, സൈക്കിള്, പിന്നെ ഈ തൊട്ടിൽ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടുന്ന് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഡ്രസ്സ്, അങ്ങനെ കുട്ടികൾക്ക് വേണ്ട ഒരുവിധ സാധനം തെച്ചുണ്ട്. വേറെ എവിടെയും പോകേണ്ട ആവശ്യം വരില്ല. ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് വരാം. പിന്നെ പഴങ്ങാടിയിലെ ബേബി ഷോപ്പിനാണെങ്കിൽ കുറച്ച് റേറ്റ് പിന്നെ കുറവായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. എല്ലാ തട്ടുകളുണ്ട്, കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ തോന്നില്ല, അത്രയും നല്ല അടിപൊളി സാധനങ്ങളെല്ലാം ഉണ്ട്. ക്യാഷും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് തിരിച്ചു തരാം. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഷഡ്ഡി ഇരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഈ പമ്പേഴ്സെല്ലാം ഇട്ട് കൊടുക്കുന്നതിനും അതിലായിട്ട് ഇട്ട് കൊടുക്കുന്നില്ലേ, നല്ല ഉള്ളിൽ സ്പോഞ്ചിലില്ല, പെട്ടെന്ന് കുട്ടികൾ മൂത്രയിച്ചില്ല, പെട്ടെന്ന് പുറത്താകുകയും ചെയ്യില്ല, അങ്ങനത്തെ ഐറ്റംസ്. അങ്ങനെ അതിൻ്റെ റേറ്റ് എല്ലാം ചോദിച്ചാൽ അങ്ങനെ 2 എണ്ണം നെയ്സൂട്ടിക്ക് വാങ്ങുകയും ചെയ്ത്, അതുപോലെ ഒരു ഉടുപ്പും വാങ്ങിയേട്ടാ. അങ്ങനെ അതെല്ലാം പിന്നെ ബില്ലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ. അപ്പോൾ ഇവിടെ കണ്ടാലും തീരുന്നില്ല, അത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ കടയിൽ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഈ കടയിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും. പോരാത്തതിന് ടോയ്സ് ഉണ്ട്, കൺമഷി, അങ്ങനെ ഒരു വീതം സാധനം ഒന്നും പറയാനില്ല, എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ബില്ല് പേ ചെയ്തിട്ട് ഇതന്നെ ആ സാധനമെല്ലാം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒറ്റക്കായതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ള അങ്ങനെ വീട്ടിലെത്തുമ്പോൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് ഒരാൾ. പിന്നെ വാങ്ങട്ടാ കണ്ണൂട്ടിയ ഉള്ളിക്കേറിട്ട് നോക്കേ. മമ്മക്ക് താങ്ക് യു ഒന്നുമില്ല. താങ്ക് യു നോക്കട്ടെ. നോക്കിയാ നോക്കിയാ മമ്മാന്റെ ഗുളിക കാണാത്തെ. ഓള് കൊറേ ദിവസമായി പറയുന്നേ. ഇത് നോക്കിയേ, അപ്പൊ ആവോന്നില്ലാത്തിപ്പോ. ഇതെന്നാന്നേ കിട്ടിയില്ലേ? സന്തോഷം. നോക്കിയാട്ടെ, ഇതാണ് ഡോക്ടർ സെറ്റ്. ഇതന്നെയാ
സ്റ്റിക്കറെല്ലാം ഉണ്ട് അത്ര ഒട്ടിക്കണ്ടേ. പിന്നെന്താ നോക്കുന്നേ? ഉമ്മക്ക് താങ്ക് യു പറഞ്ഞിട്ടില്ലേ? നോക്കിയാ താങ്ക് യു. ആ ഇങ്ങനെ ആക്കണം. ഇതെന്താന്നേ? ചോറാക്കാനാ? ഇത് ചോറാക്കോ? അല്ലോ അപ്പൊ ഉമ്മക്ക് ഉമ്മയില്ല. ഇഷ്ടായിനാ? താങ്ക് യു ഇല്ല. ഫുള്ള് നോക്കിയ വേറിയിട്ട് അതെല്ലാം ബോക്സിൽ തന്നെ എടുത്തു വെക്കറാ. ഉമ്മാമാരെ പാത്രം ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടാ. എന്റെ പാത്രാന്ന് മൊത്തം മറ്റേ ഇതിന്റെ പാത്രാന്ന്. അങ്ങനെ നെയ്സുമോള് ഡോക്ടറായി, റുവ ഡോക്ടറായി. അങ്ങനെ ഉപ്പാപ്പാനെ പരിശോധിക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതെല്ലാം ഇട്ടെന്ന് വെച്ചാൽ ഇതെല്ലാം കുട്ടികളെല്ലാം കുറച്ച് വലുതായി കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു നല്ല രസമല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ യൂട്യൂബിലാകുമ്പോൾ എപ്പോൾ തന്നെ ഉണ്ടാവുമല്ലേ. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.